ഹായ്, ഞാൻ ഡോക്ടർ ലെമീസ് കെ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ചും അതിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചുമാണ്. നമ്മുടെ ബോഡിയിൽ കഴുത്തിന്റെ ഫ്രണ്ടിലാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ് T3യും T4ഉം. നമ്മൾ തൈറോയ്ഡായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ഹോർമോൺസിന്റെ അളവാണ് ബ്ലഡിൽ നോക്കുക. T3, T4, TSH. ഈ TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് നമ്മളെ ബ്രെയിനിന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഈ TSHന്റെ ഹെൽപ്പോട് കൂടിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് T3യും T4ഉം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ നമ്മൾ തൈറോയ്ഡ് രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3 ഹോർമോൺസിന്റെ അളവാണ് നോക്കുക. ഈ 3 ഹോർമോൺസിന്റെ അളവുകൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് നമ്മൾ തൈറോയ്ഡ് രോഗങ്ങളെ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ അളവ് കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഈ ഹോർമോൺസിന്റെ അളവ് കൂടുന്ന അവസ്ഥ, അങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ആണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ക്ലിനിക്കുകളിൽ കിട്ടുന്നത്. അതായത് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥ. ഈ ആളുകളിൽ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ T3, T4 ഈ 2 ഹോർമോൺസിന്റെ അളവ് നോർമലിനേക്കാളും കുറവായിരിക്കും. പക്ഷേ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് നോർമലിനേക്കാളും കൂടുതലായിരിക്കും. ഇതിന് കാരണം അവരുടെ ബ്ലഡിൽ T3, T4ന്റെ അളവ് കുറയുമ്പോൾ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൂടുതലായിട്ട് TSHനെ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് TSHന്റെ അളവ് കൂടുതലും T3, T4ന്റെ അളവ് കുറവുമാണത്. ഇവരിൽ ഉണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡ്സിന്റെ ആളുകൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ബോഡി വെയിറ്റ് കൂടി വരുന്ന അവസ്ഥ. അതായത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മളെ ബോഡി മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളെ ബോഡിയിലെ ഊർജ്ജ വിനിയോഗത്തിനെ റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഹോർമോൺസിന്റെ അളവ് കുറയുമ്പോൾ മെറ്റബോളിസം റേറ്റ് കുറയും. ഇങ്ങനെ വരുമ്പോൾ ഇവര് വണ്ണം വെക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് ഇപ്പൊ ചില ആളുകൾ പറയും വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നത്. അതായത് അവർ വെയിറ്റ് കുറക്കാൻ വേണ്ടി ട്രൈ ചെയ്താലും അല്ലെങ്കിൽ ഫുഡിന്റെ അളവ് കുറച്ചാലും ഏത് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താലും അവർക്ക് ബോഡി വെയിറ്റ് കുറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർ വണ്ണം കൂടി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഈ മെറ്റബോളിസം റേറ്റ് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ഡൈജഷൻ സ്ലോ ആയതുകൊണ്ട് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, ഈ മലബന്ധം ഉണ്ടാവും. പിന്നെ ഫീമെയിൽസ് ആണെങ്കിൽ അവരുടെ മെൻസസ് ഇറഗുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ്, മെനറേജിയ, ബ്ലീഡിങ് കൂടിയ ഒരു അവസ്ഥ ആയിട്ടും ഇത് കാണപ്പെടാം. ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഇങ്ങനത്തെ ആളുകൾ സ്ലോ ആൻഡ് സ്ലഗിഷ് ആയിരിക്കും. ഇവർക്ക് ഓർമ്മക്കുറവ്, ഒരു ഉന്മേഷക്കുറവ്, ഓരോ കാര്യങ്ങൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവും. എപ്പോഴും ഉറക്കം വരുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഈ ഹൈപ്പോ തൈറോയിഡ് സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ അവരെ മുടികൊഴിച്ചിലുണ്ടാവും, സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ ബ്രാഡികാർഡിയ, അതായത് ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഉണ്ടാകുന്ന മെയിൻ സിംറ്റം ആണ് കോൾഡ് ഇൻടോളറൻസ്. അവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റൂല. എത്ര ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും അവർക്ക് എപ്പോഴും തണുപ്പാവും ഫീൽ ചെയ്യുക. അവർ തണുപ്പിനോട് വളരെ ഇൻടോളറന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചില ആളുകളിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥ വരെ ഈ ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇനി ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. T3, T4ന്റെ അളവ് നോർമലിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് നോർമലിനേക്കാളും കുറവായിരിക്കും. ഇതിന് കാരണം ആ ഫീഡ്ബാക്ക് മെക്കാനിസം വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറവ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇത്തരക്കാരുണ്ടാകുന്ന സിംറ്റം മെയിൻ ആയിട്ട് അവർക്ക് മെറ്റബോളിസം റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് നല്ല വിശപ്പ് ഉണ്ടാവും, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും. പക്ഷെ അവരെ ബോഡി വെയിറ്റ് കൂടി വരില്ല, അവർ മെലിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഡയറിയ, ദിവസം ഒരു 2-3 തവണ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ തവണ വയറ്റിന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിന് പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർ ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ, ഇതും ഇത്തരക്കാരെ കണ്ടുവരാറുണ്ട്. പിന്നെ മുടികൊഴിച്ചിലായിട്ടും കാണപ്പെടാറുണ്ട്. പിന്നെ ഈ ഫീമെയിൽസിലാണെങ്കിൽ മെൻസസ് ഇറഗുലർ ആയിരിക്കും, അല്ലെങ്കിൽ മെൻസസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. 2-3 മാസങ്ങൾ വരെ മെൻസസ് ഇല്ലാത്തൊരവസ്ഥ, അമിനോറിയ അങ്ങനെ പറയാം. ഇങ്ങനത്തെ കണ്ടീഷനായിട്ടും ഇത് പ്രസന്റ് ചെയ്യപ്പെടാം. അപ്പൊ ഈ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഈ 2 കണ്ടീഷനാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കുകളിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ. പിന്നെ വേറൊരു കണ്ടീഷനാണ് ഗോയിറ്റർ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന മുഴകൾ. ഇത് നമ്മൾ സ്കാൻ വഴിയാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്.